السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين الموفين برضا الله. ما بعد، سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. السلام عليكم يا علماء الوقت، السلام عليكم يا أصحاب النوبة. أعد الحكم نيابة عنكم جبهتي تحت نعالكم لاحظوني في أمدي. يا سيدي سندي غوثي ويا مددي كلي ظهيرا على الأعداء بالمدد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാന ആദരവുകൾ നിറഞ്ഞ സയ്യിദ് അവർകൾ, മറ്റ് പണ്ഡിത സുഹൃത്തുക്കൾ, മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ വന്നുപോയ അപാകതകൾ അല്ലാഹു മാപ്പാക്കി ശിഷ്ടജീവിതം സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലാക്കി ആഖിബത്ത് നന്നാക്കി ലോകത്തോട് വിട പറയാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഇഷ്ടജനങ്ങൾ, ബന്ധുമിത്രാദികൾ, സഹായിച്ചവർ, സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത സഹോദരനിലേക്കും അള്ളാഹു പ്രത്യേകിച്ചും മഹാനരായ ശൈഖുന കലന്തരൻ മസ്താനുൽ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളിലേക്കൊക്കെ അള്ളാഹുവിൻ്റെ സവാബിനെ എത്തിച്ച് സമ്പൂർണ്ണ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏകദേശം നമ്മൾ 6 മണിയോട് അടുത്തിരിക്കുകയാണ്. നമ്മുടെ പരിപാടി നിർത്തേണ്ട സമയം 10 മിനിറ്റ് കൂടിയുണ്ട്. ഇനി കുറേ ഉസ്താദുമാരുടെ ആശംസാ പ്രഭാഷണങ്ങളും അതിനു മുമ്പ് ചർച്ചകളും അവലോകനമൊക്കെ നടക്കാനുണ്ട്. അൽഹംദുലില്ലാ, ഒരു ഇടിവെട്ടി മഴ പെയ്യുന്നത് പോലൊരു ആദർശ പ്രഭാഷണം ഇവിടെ നടന്നു കഴിഞ്ഞു. അതിനു മുമ്പ് വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ അയ്യോ മഹദരുടെ ഉൾപ്പെടെ ഇവിടെ നടന്നു കഴിഞ്ഞു. ഇനി ഞാൻ പ്രഭാഷണം നടത്തിയാൽ നിങ്ങൾ ഉറങ്ങുമെന്നുള്ള ഉറപ്പുമാണ്. കാരണം ഒന്നാമത് യാത്രാക്ഷീണം ശരിക്കുണ്ട്. കൊല്ലത്ത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ആളുകൾ അൽഹംദുലില്ലാ എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയും ഇന്ന് സുബൈക്കൊക്കെ യാത്ര തിരിച്ചു വന്നവരുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹാനരായ ഞങ്ങളുടെയൊക്കെ ശൈഖുന, ഇപ്പോൾ മഹ്ലറത്തുൽ ഖാദിരിയുടെ പ്രിൻസിപ്പളൊക്കെ ആയ അബ്ദുറഹ്മാൻ അൽ ബുഖാരി തവ്വലല്ലാഹു ഉംറഹു മഅ സിഹത്തി വൽ ആഫിയ, മഹാനവറുകളുടെ നസീഹത്തും ദുആയും, അതിനു മുമ്പായിട്ട് നല്ല കഴിവുറ്റ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ ക്ലാസ്സുകളും പ്രഭാഷണമൊക്കെ നടക്കാനുണ്ട്. അതുപോലെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതൊക്കെ അതിന് അർഹതപ്പെട്ടവരെ ഏൽപ്പിക്കേണ്ടതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു പ്രഭാഷണത്തിന് അർഹനല്ല, നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ കയറിയപ്പോൾ തന്നെ പലരും ചിരിച്ചുകൂടെ. അപ്പോൾ അതുകൊണ്ട് ഈ ഏൽപ്പിക്കപ്പെട്ട കർത്തവ്യം നിർവഹിക്കുക എന്ന നിലയിൽ നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം അത് വിശുദ്ധമായ ഇസ്ലാമാണ്. ഏത് കാലഘട്ടത്തിനും ഏത് സാഹചര്യത്തിനും യോജിക്കുന്ന നിലയിൽ ഏത് മനുഷ്യനും ഉൾക്കൊള്ളാൻ കഴിയുന്ന നിയമസംഹിതകളാണ് വിശുദ്ധമായ ഇസ്ലാം. അപ്പോൾ ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന അല്ലാഹുവിലും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി നിയമങ്ങൾ അനുസരിക്കുന്നവന്റെ പേരാണ് മുസ്ലിം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ മുസ്ലിമായി ജീവിക്കുമ്പോൾ അവന് കുറേ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ആ നിയമങ്ങൾ വരച്ചു കാട്ടിയിട്ടാണ് അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിനെ നമ്മളിലേക്ക് തന്നത്. ആ പരിശുദ്ധമായ ഖുർആൻ എന്താണെന്ന് ജീവിച്ച് കാണിച്ചു തരാനാണ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല മനുഷ്യകോലത്തിൽ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത്.
യുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. വിശുദ്ധ ഖുർആൻ പണ്ഡിതന്മാരാണ്, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 63 വർഷത്തെ മാനുഷിക ജീവിതത്തിലൂടെ 23 വർഷക്കാലത്തെ പ്രബോധന ജീവിതത്തിലൂടെ ഒരു മനുഷ്യന്റെ അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെയും തൊട്ടില് മുതൽ കട്ടില് വരെയുമുള്ള ജീവിതത്തിന്റെ സകല മേഖലകളും ജീവിച്ചു കാണിച്ചു തന്നു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണല്ലോ മഹദിയായ ബീബി ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അരികിലേക്ക് ഒരു സ്വഹാബി വന്നിട്ട് ചോദിച്ചു, അല്ല ആയിഷ ഉമ്മ, നബി തങ്ങളുടെ സ്വഭാവം എന്താ? ഇപ്പൊ നിങ്ങൾ വീട്ടിൽ വന്ന് താഹിറടുത്ത് വന്നിട്ട് ഷമീർ മുസ്ലിയുടെ സ്വഭാവം എന്താ വെച്ചാൽ ഒറ്റ വാക്ക് മറുപടി പറയും, മഹാകൂതറയാന്ന് പറയും. ഞങ്ങളുടെ കൊല്ലത്തെ ഭാഷയെ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം എന്താണ് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്ക ചോദിച്ചപ്പോ അവിടുന്ന് ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു. ആ വാക്ക് എത്ര ഗൗരവമായിരിക്കണം. മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു തആല പരിശുദ്ധമായ ബുർദ രചിക്കുമ്പോ അവിടുന്ന് ബുർദ എഴുതി ഇനി എന്ത് മനുഷ്യനാണെന്ന് പറയണം, ഒറ്റ വാക്കിൽ പറയണ്ടേ. അതിന്റെ വിത്തങ്ങൾ തന്നെ പറഞ്ഞു അന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം എന്നതുപോലെ ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു വകാന ഖുലുഖുഹു അൽ ഖുർആൻ. നബിത്തങ്ങളുടെ സ്വഭാവം വിശുദ്ധമായ ഖുർആനാണ്. എന്ന് വെച്ചാൽ വിശുദ്ധമായ ഖുർആനിന്റെ വിശദീകരണമാണ് 63 വർഷക്കാലത്തെ ജീവിതത്തിലൂടെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചു കാണിച്ചു തന്നത്. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ച് വിശുദ്ധമായ ഖുർആനുമായി രണ്ടാമത് പരിശുദ്ധമായ ഹദീസുമായി എങ്ങനെ സ്വഹാബത്തെ അമല് ചെയ്തു, അവരിലൂടെ താബീങ്ങളും തബീഉ താബീങ്ങളും അയിമ്മത്തിന്റെ കാലഘട്ടം എത്തി. അയിമ്മത്തിന്റെ കാലഘട്ടം എത്തിയപ്പോഴേക്കും ഏകദേശം അവിടെ ഇജ്തിഹാദിന്റെ മുജിത്തഹിദുകളുടെ കാലഘട്ടം സ്റ്റോപ്പ് ആവുകയാണ്. അതിനുശേഷം മഹാന്മാരെ അയിമ്മത്തുകള് വിശുദ്ധമായ ഖുർആനും ഹദീസും പഠന വിധേയമാക്കിക്കൊണ്ട് അവര് നിയമങ്ങൾ എഴുതി വെച്ചു, മസാലകൾ എഴുതി വെച്ചു. അതിന്റെ പേരാണ് മദ്ഹബുകൾ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തുകയാണ്. അപ്പൊ 4 മദ്ഹബാണ് കർമ്മപരമായിട്ട് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല ക്രോഡീകരിച്ച നിയമമാണ് ശാഫിഈ മദ്ഹബ് എന്നറിയപ്പെടുന്നത്. അതുപോലെ മഹാനായ അബൂ ഹനീഫ തങ്ങളുടെയാണ് ഹനഫി മദ്ഹബ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ചതാണ് മാലിക്കി മദ്ഹബ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ചതാണ് ഹംബലി മദ്ഹബ്. അങ്ങനെ കർമ്മപരമായി 4 മദ്ഹബും വിശ്വാസപരമായി 2 മദ്ഹബും അത് അംഗീകരിക്കുന്നവന്റെ പേരാണ്, അത് അംഗീകരിക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. ചുരുക്കി പറയുമ്പോൾ സുന്നികള് എന്ന് പറയുന്നു. അല്ല, സുന്നികൾ എന്ന് പറയുമ്പോ ഹാലളകലല്ല. 4 മദ്ഹബ് കർമ്മപരമായും 2 മദ്ഹബ് വിശ്വാസപരമായും അംഗീകരിക്കുന്നവന്റെ പേരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആള്. ചുരുക്കി പറയുമ്പോ സുന്നി എന്ന് പറയുന്നു. ഏതുപോലെ ഞാൻ നിർത്തുകയാണ്. ഏതുപോലെ നിസ്കരിക്കാൻ വേണ്ടി ഇപ്പോ നമ്മുടെ നൗഷാദ് മഹദരി പള്ളിയിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്നൊരു പിച്ച് വന്നിട്ടു, അതുകൊണ്ടൊരു ചെറിയ പണി. നൗഷാദ് മഹദരി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോ തൊട്ടരികെ താഹമാതിരി വന്നിട്ടോ ചെല്ല നൗഷാദ് അങ്ങനെ ഇങ്ങോട്ട് പോകുന്നത്, ഞാൻ പള്ളി പോണു. എന്ത് നിസ്കരിക്കാൻ പോകുന്നു എന്ന് പറയും. നിസ്കരിക്കാൻ പോകുന്നു ചുരുക്കി പറയും. അല്ല നൗഷാദ് മഹദരി ഇന്നുകൊണ്ട് എവിടെ പോണ്, അത് ഞാൻ തക്ബീർ കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ചില പ്രത്യേക വചനങ്ങൾക്കും പ്രവർത്തികൾക്കും പോവുകയാണ് എന്നല്ല പറയുക. ചുരുക്കി പറയും നിസ്കരിക്കാൻ പോകുന്നു. അതിച്ച് വിശാലമായി പറയുമ്പോഴാണ് ഇങ്ങനെ പറയുക. ഒരു ഉദാഹരണം പറഞ്ഞതാ. എന്നതുപോലെ ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅ അതിന്റെ ചുരുക്കത്തിലാണ് സുന്നികൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട ഷബീർ മഹദരിയും ബഹുമാനപ്പെട്ട അനീസ് മഹദരിയും അതുപോലെ അയ്യൂബ് മഹദരിയൊക്കെ പറഞ്ഞതുപോലെ ഈ മഹദരി സനദ് തരുമ്പോ ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഏത് മാന അലൈഹി വസഹബി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, ഞാനും എന്റെ സ്വഹാബത്തും ഏത് പാതയിലാണോ ചലിച്ചത് ആ പാതയിൽ ചലിക്കണമെന്ന് പഠിപ്പിച്ച അതിലൊരല്പമെങ്കിലും വ്യതിചലിച്ചു പോയാൽ നിങ്ങൾക്ക് തന്ന സനദിനൊരു വാല്യൂം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ കയ്യിലേക്ക് ഈ സനദ് തരുന്നത്. മഹാനായ നേരത്തെ പറഞ്ഞതുപോലെ മഹാനായ
മുൻ പ്രാസംഗികൻ പറഞ്ഞതുപോലെ, സ്വാലിഹ് മഹല്ലി ഉസ്താദ് പറഞ്ഞതുപോലെ, മറ്റൊരുപാട് സനദെടുത്ത പണ്ഡിതന്മാര് ഈ പ്രസ്ഥാനത്തിലേക്കും മറ്റു പലതിലേക്കും പോയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ആ സനദുകളൊന്നും മോശമാണ് എന്നതിന്റെ പേരിലല്ല. ആ സനദുകളൊന്നും മോശമല്ല. ആ സനദുകളും ചെന്നെത്തുന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മുടെ ഉസ്താദുമാര് ഇങ്ങനെ കൈമാറി ഞാൻ അവസാനം മഹാനായ വൺമേനാട് ഷാഹിദുൽ ഉലമ വൺമേനാട് ഉസ്താദിന്റെ അടുക്കൽ ഓതി പഠിച്ചവനാണ് ആളാണ് ഞാനും ബഹുമാനപ്പെട്ട അയ്യൂബ് മഹ്ലരി ഉസ്താദും ഒക്കെ. ഉസ്താദിന്റെ സനദ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങനെ സനദ് വന്ന ഉസ്താദുമാര് വഴി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളിലേക്ക് ചെന്നെത്തുന്ന ആ സനദ് എഴുതി വെച്ചാൽ ഞങ്ങൾക്കറിയാം. എന്നതുപോലെ ഓരോ ഉസ്താദുമാരിൽ നിന്നും നബിത്തങ്ങളിലേക്ക് ചെന്നെത്തുന്ന സനദ് ആ പരമ്പര ഉസ്താദുമാരിലുണ്ട്. ആ പരമ്പരയിലൂടെയാണ് നമുക്ക് തരുന്ന സനദ് ഹബീബായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നെത്തുന്നത്. ആ സനദിന്റെ കുഴപ്പം കൊണ്ടല്ല. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുരുത്തക്കേട് എവിടുന്നെങ്കിലും പേടിച്ചിട്ടുണ്ടാകും, അതിന്റെ പേരിൽ പോകുന്നതാണ്. നേരെ മറിച്ചിട്ട് ഇന്ന് വരെ ഒരു മഹ്ലരി പണ്ഡിതനെ സംബന്ധിച്ച്, ഒരു മഹ്ലരി സനദ് വാങ്ങിച്ച ആളിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ബിദ്ഈ പ്രസ്ഥാനത്തിലേക്ക് വ്യതിചലിച്ചു പോയതായിട്ട് ഇന്ന് വരെ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പെടില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ആ സനദ് തരുമ്പോൾ പറയുന്ന ഒരു വാക്ക് കൂടിയുണ്ട്. ഈ സനദ് നേരെ ചെന്നത് ഊസുൽ ആദം തങ്ങൾ, ബഗ്ദാദിലെ ഊസുൽ ആദം തങ്ങളിലാണ്. കാരണം ആ സ്ഥാപനം ഊസുൽ ആദം തങ്ങളുടെ സ്ഥാപനമാണ്. അവിടുന്ന് പേരക്കുട്ടിയെ പറഞ്ഞയച്ച് തുടങ്ങിച്ച സ്ഥാപനമാണ്. അവിടെ ഊസുൽ ആദം തങ്ങൾ ഇല്ലാത്ത ഒരു പരിപാടിയില്ല. നമ്മളിപ്പോ ഈ സദസ്സ് പിരിച്ചു വിട്ടാല് അവസാനം ചൊല്ലുന്നത് നബിത്തങ്ങളുടെ പേര് സ്വലാത്താണ്. പക്ഷേ കായൽപ്പെട്ടടത്ത് നിങ്ങളൊന്ന് വന്നു നോക്കിയാല് ഏതൊരു സദസ്സ് പിരിച്ചു വിട്ടാലും ദുആ കഴിഞ്ഞിട്ട് സല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദ് പറഞ്ഞിട്ട് ശൈഖനാ യാ മുഹീദ്ദീൻ അഹീ ഖൽബനാ ബിദ്ദീൻ കൈന റാഹഖൽ യഖീൻ മൗലനാ ഹത്തൽ യഖീൻ. തങ്ങളുടെ പേര് ചൊല്ലിയിട്ട് പിന്നെ നബി തങ്ങളുടെ സ്വലാത്ത് ചൊല്ലി പിരിയലാണോ അവിടെ അങ്ങനെയാണ്. ആ നിലയിൽ ഈ സനദ് മഹ്ലരി പണ്ഡിതന്മാരുടെ സനദ്, ഞങ്ങൾക്ക് സനദ് നേരെ ഊസുൽ ആദം തങ്ങൾ ചെന്നിട്ട് അവിടുന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളിലേക്ക് ചെല്ലുന്ന ഒരു പതിവ് ഈ സനദിന് അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാകണം ഈ ഒരു തെറ്റല് വരാത്തത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അതിനൊക്കെ ഉപരി മഹാനരായ ശൈഖുന കലന്തറുൽ മസ്താനുൽ ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അൽഹംദുലില്ലാ, ഞങ്ങൾ ഇന്ന് അഭിമാനത്തോടെ നിൽക്കുകയാണ്. അവിടുത്തെ ശിഷ്യന്മാരിൽ പെടാൻ അള്ളാഹു തന്ന തൗഫീഖ് അത് ചില്ലറ തൗഫീഖ് ഒന്നും അല്ല എൻ്റെ പ്രിയമുള്ള കൂട്ടുകാരെ. അത് ചില്ലറ തൗഫീഖ് അല്ല. മഹാനവറുകളുടെ 13ാമത്തെ ആണ്ട് നമ്മൾ കൊണ്ടാടുമ്പോ അവിടുത്തെ കറാമത്തുകൾ നിരവധി നമുക്ക് പറയാനുണ്ട്. ശിഷ്യന്മാരാ ഞങ്ങൾ അനുഭവിച്ച കറാമത്തുകൾ നൂറുകണക്കിന് ഓരോരുത്തർക്ക് പറയാനുണ്ട്. ഞങ്ങൾക്കൊക്കെ പറയാനുണ്ട്. സാധുവായ ഞാൻ എവിടെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോ, എവിടെങ്കിലും നിൽക്കുമ്പോ വാഹനത്തിന് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ മഹാനരായ കലന്തർ മസ്താൻ തങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓതും. അങ്ങനെ വാഹനം പെട്ടെന്ന് കിട്ടിയ ഒരുപാട് അനുഭവം എനിക്ക് പറയാനുണ്ട്. അതുപോലെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, മക്കളെ നിങ്ങൾ എവിടെങ്കിലും പോകാൻ വേണ്ടിയിട്ട് വാഹനം ഇറങ്ങുമ്പോ നിങ്ങൾ ഉദ്ദേശിച്ചതിന് മുമ്പ് എത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഖത്താദ റളിയല്ലാഹുവിന്റെ പേരിൽ ഫാത്തിഹ ഓതണം. ഈ നിലയിൽ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറപ്പിച്ച് ശിഷ്യന്മാരെ പിടിച്ചു നിർത്തിയ മഹാനാണ് മഹാനായ കലന്തറുൽ മസ്താനുൽ ഖാദിരി റളിയല്ലാഹു തആല അൻഹു. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഒരു ആദർശ സമ്മേളനമോ ഒരു ആദർശ പഠന ക്ലാസ്സോ ഇനി ഇവിടെ ആവശ്യമില്ല. ഇവിടെ ചർച്ചകളൊക്കെ വരുന്നുണ്ട്. ഈ ഇരിക്കുന്നതൊക്കെ പണ്ഡിതന്മാരും നല്ല തഹ്ഖീഖുള്ള നമ്മുടെ പൂർവികരിൽ നിന്ന് ഈമാനിക ആവേശം കൊണ്ട നല്ല ഉപ്പമാരും ചെറുപ്പക്കാരുമാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരാദർശം പറയേണ്ട ആവശ്യം ഇവിടെ ഇല്ല. എങ്കിൽ തന്നെയും ഈ സദസ്സൊന്ന് മാനിച്ചുകൊണ്ട് അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കലാണ് ഇസ്ലാം. അള്ളാഹ് ആദരിച്ചവരെ ആദരിക്കലാണ് ഇസ്ലാം. അള്ളാഹു തആല പുകഴ്ത്തിയവരെ പുകഴ്ത്തലാണ് ഇസ്ലാം. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ. നമ്മൾ വിശുദ്ധമായ കഅബാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഏതൊരു പള്ളിയിലേക്ക് ചെല്ലുമ്പോഴും നമ്മൾ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാറുണ്ടല്ലോ.
വിശുദ്ധമായ കഅബയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ തഹിയ്യത്ത് എന്താണ്? അത് തവാഫല്ലേ. തവാഫ് ചെയ്യുന്ന ഒരു മനുഷ്യന് 7ാമത്തെ ചുറ്റല് കഴിഞ്ഞാൽ നേരെ മഖാം ഇബ്രാഹിമിന്റെ ബേക്കിലേക്ക് വരണം. കാരണം വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് മഖാം ഇബ്രാഹിം നിങ്ങൾക്ക് മുസല്ലയായി തന്നു എന്ന് വിശുദ്ധ ഖുർആനല്ലേ പറഞ്ഞത്. എന്തിനാണ് അല്ലാഹു തആല മഖാം ഇബ്രാഹിമിന്റെ ബേക്കിൽ പോയി നിസ്കരിക്കാൻ പറഞ്ഞത്? നിസ്കരിക്കുന്നത് അല്ലാഹുവിനല്ലേ. നമ്മൾ അവിടെ ചെന്ന് കൈകെട്ടുമ്പോ തവാഫിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് മഖാം ഇബ്രാഹിമിന് വേണ്ടി ആ നിസ്കരിക്കുന്നു അല്ലല്ലോ പറയുന്നത്, അല്ലാഹുവിന് വേണ്ടിയിട്ടാ. പിന്നെ എന്തിനാണ് അല്ലാഹു തആല മഖാം ഇബ്രാഹിമിന്റെ ബേക്കിൽ നിസ്കരിക്കാൻ പറഞ്ഞത്? അവിടെ വരുന്ന ബഹുമാനം ഇബ്രാഹിം നബിക്കും ആരാധന അല്ലാഹുവിനുമാ. ഈ ഒരു തിരിച്ചറിവ് ഇന്ന് സമൂഹത്തിനില്ലാതെ തിരിച്ചറിവിനെ തെറ്റിദ്ധരിപ്പിച്ച് ആ മുഅ്മിനീങ്ങളുടെ ഈമാൻ കളഞ്ഞുകൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിന് ഇൽമ പറഞ്ഞു കൊടുത്തപ്പോ അവിടുന്ന് പറഞ്ഞു, സ്വഹാബത്തെ ഖിയാമത്ത് നാൾ അടുക്കുമ്പോ കുറെ ആളുകൾ നിങ്ങളിലേക്ക് കടന്നു വരും. അവരുടെ വിശേഷണ നിമിത്തങ്ങൾ പറഞ്ഞ് നിങ്ങൾക്കറിയാമല്ലോ, ദജ്ജാലൂന കദ്ദാബൂൻ, പച്ചക്കള്ളം പറയുന്നവരാണ് അവര്. ചെറിയ കള്ളമൊന്നുമല്ല, പച്ചക്കള്ളം പറഞ്ഞിട്ട് നിങ്ങളും നിങ്ങളുടെ പൂർവികരും കേൾക്കാത്ത പച്ച നുണയും പറഞ്ഞ് നിങ്ങളുടെ ഈമാൻ പോക്കറ്റ് അടിക്കാൻ വേണ്ടി വരുമ്പോ നബിത്തങ്ങൾ പറയേണ്ടത് എങ്ങനായിരുന്നു? ഈയാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കാൻ വരേണ്ട ആവശ്യമില്ല, ഈയാഹും അവരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിനു മുമ്പേ നബിത്തങ്ങൾ ഈയാക്കും, നിങ്ങളെ ആദ്യമേ നിങ്ങൾ സൂക്ഷിക്കണം. ചിലപ്പോ മൊബൈലിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് ഞാനൊന്ന് കേട്ടു നോക്കട്ടെ, എന്നാലും ഉസ്താദ് മോനെ അത് കേൾക്കൽ ഉസ്താദെ ഞാൻ അങ്ങനെ പോകൂല, എനിക്കങ്ങനെ തോന്നൂല. നമ്മുടെ സുന്നത്തല്ലേ മാമമാര് കാണിച്ചെന്ന ഈമാൻ നമുക്കില്ലേ? അള്ളാന്റെ റസൂൽ പറഞ്ഞു, മോനെ ചിലപ്പോ അത് നിന്റെ കൽബി പിടിക്കാൻ സാധ്യതയുണ്ട്. ക്യാൻസർ ആണെങ്കിൽ കഴിച്ചു കളയാം, മറ്റു രോഗങ്ങളെ ചികിത്സ വെച്ചു മാറ്റാം. വിദേഹത്തി എന്ന് പറയുന്ന ഒരു രോഗം കൽബിന് പിടിച്ചാല് അത് വലിയ അപകടത്തിലെത്തും. അതുകൊണ്ട് ഇയ്യാക്കും, നിന്നെ നീ സൂക്ഷിക്കണേ, ഇയ്യാഹും രണ്ടാമത് അവരെ സൂക്ഷിക്കണേ. ആദ്യം അവരുടെ CD നീ കേൾക്കുന്നത് സൂക്ഷിക്കണം, അവരുടെ ലേഖനങ്ങൾ വായിക്കുന്ന നീ സൂക്ഷിക്കണം, അതിനുശേഷം അവരുടെ വർത്തമാനങ്ങളും സൂക്ഷിക്കണം. കാരണം എന്താ? കേൾക്കുമ്പോ ചിലപ്പോ നല്ലതാണെന്ന് തോന്നിപ്പോകും. ഇബ്ലീസ് അവിടെ ഇടപെട്ടിട്ട് നിന്നെ കൊണ്ട് തോന്നിപ്പിക്കും, നിന്റെ ഈമാൻ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഈമാൻ കാക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ ആദർശം നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവര് കാണിച്ചു തന്നൊരു ഈമാനുണ്ട്. നമ്മുടെ മുൻഗാമികളായ ഉമ്മാമ്മമാര് ഉപ്പാപ്പമാര് അവരങ്ങ് ബുഖാരിയിലേക്കൊന്നും നോക്കാൻ പോകലില്ല, അവര് ഖുർആനിലേക്ക് നോക്കാൻ പോകലില്ല. എന്ന് വെച്ചാൽ അതനുസരിച്ച് ജീവിക്കുന്നില്ല എന്നല്ല, അവർക്ക് ചെയ്യുന്നവരുടെ മുൻഗാമികൾ കാണിച്ചു തന്ന മാതൃക അവർക്ക് ഈമാനാണ്, അതവർക്ക് വിശ്വാസമാണ്, അതവർക്ക് പാരമ്പര്യമാണ്. അതെവിടുന്ന് കിട്ടി? നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് കിട്ടി. കൈ ഇവിടെ കിട്ടണമെന്ന് ആര് പഠിപ്പിച്ചു? നമ്മുടെ ഉസ്താദ് പഠിപ്പിച്ചു. റുക്കൂയിൽ ഇങ്ങനെ നിൽക്കണമെന്ന് ആര് പഠിപ്പിച്ചു? അത് നമ്മുടെ ഉസ്താദ് പഠിപ്പിച്ചു. ഓസല്ലം ഞങ്ങളെ വിളിച്ചാൽ തങ്ങൾ കേൾക്കുമെന്ന് ആര് പഠിപ്പിച്ചു? അത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉസ്താദുമാര് പഠിപ്പിച്ചതാ. ആ ഒരു പാരമ്പര്യം എവിടുന്ന് കിട്ടി? അത് അഇമ്മത്തിൽ നിന്ന് കിട്ടി. അവർക്ക് എവിടുന്ന് കിട്ടി? തബഈ താബിയിൽ നിന്ന് കിട്ടിയതാ. അവർക്കോ താബീങ്ങളിൽ കിട്ടി. അവർക്കോ സ്വഹാബത്തിൽ നിന്ന് കിട്ടിയതാ. സ്വഹാബത്തിന് എവിടുന്ന് കിട്ടി? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കിട്ടിയതാ. നബിത്തങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു കൊടുത്തതാ. അത് ജീവിച്ച് കാണിച്ചതെന്താ? നമ്മള് അത് ഒപ്പിയെടുത്തതാ സ്വഹാബത്ത്. അങ്ങനെ കൈമാറി വന്ന പാരമ്പര്യത്തിന്റെ ഒരു ഈമാൻ ഉണ്ടല്ലോ, ആ ഈമാൻ ഇന്നും നമ്മുടെ അടിത്തറയായിട്ട് നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അത് തെറ്റിക്കാൻ വേണ്ടി വരുമ്പോ പണ്ഡിതന്മാർക്ക് ജോലിയുണ്ട്, അവർക്ക് കർമ്മമുണ്ട്. അത് പറഞ്ഞു കൊടുത്ത് മനുഷ്യരെ, സമൂഹത്തെ അവരെ പറഞ്ഞു കൊടുത്ത് അവരെ അത് ബോധ്യപ്പെടുത്തതുണ്ട്. അൽഹംദുലില്ലാഹ്, ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന മഹ്ലരി അസോസിയേഷന്റെ കീഴിലുള്ള മഹ്ലരി പണ്ഡിതന്മാർ അതിന് കഴിവുറ്റവരാണ്, അതിന് പ്രഗത്ഭരാണ്, അതിന് പറ്റുന്നവരാണത് അന്തസ്സോടെ അഭിമാനത്തോടെ. കാരണം കായൽപട്ടണത്തിലും മഹ്ലറത്തുൽ ഖാദിരിയയില് നീ ആ ഒരു വർഷം അവിടെ നിന്നെങ്കിൽ നീ അതിന് സന്നദ്ധനാകും എന്നത് ആ സനദിന്റെ പ്രത്യേകതയാണ്. അത് അവിടുത്തെ കറാമത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമലുകൾ ചെയ്ത് നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന പാതയിലൂടെ ഈമാൻ അടിപതറാതെ ജീവിച്ച് ആഖിബത്ത് നന്നായി അല്ലാഹു ബഹുമാനിച്ചവരെ ബഹുമാനിച്ച് ആദരിച്ചവരെ ആദരിച്ച് ആദർശം കാത്തു സൂക്ഷിച്ച് അവസാന നിമിഷം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് ലോകത്തോട് വിട പറയാനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകുകയും അതിന് പറ്റുന്ന ഒരു ജീവിതം ചിട്ടപ്പെടുത്തിയെടുക്കാൻ ഈ ഒരുമിച്ച് കൂടൽ ഒരു സബബാക്കി അള്ളാഹു തൗഫീഖ് ചെയ്ത് നമ്മൾ ഈ കൂടിയതും പറഞ്ഞതും ഒക്കെ ഒരു സ്വാലിഹായ അമലാക്കി അള്ളാഹു കബൂലാക്കി നമ്മൾ മൺമറഞ്ഞവരിലേക്ക് അള്ളാഹു ഒരു മഗ്ഫിറത്തിന് സബബാക്കി എത്തിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം വിട. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി ഇടപെടലാണ്. അതിനുവേണ്ടി അസീസ് ഇസ്മായിൽ അലി വയനാടിനെ ക്ഷണിച്ചു വിടുന്നു.